നമുക്ക് സാധാരണക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? നാടൻ ഭാഷയിൽ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? അത്യാവശ്യം നല്ല വീട്, കാറ്, അതുപോലെ കടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തീർത്ത് നല്ല അടിപൊളി ഡ്രസ്സ്, നല്ല യാത്രകൾ, ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മുടെ ഈ ലൈഫിൽ ജീവിക്കാൻ പറ്റുമോ? അതോ എന്നും തോന്നും ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും കൂലിപ്പണിയും അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും, നല്ല കടബാധ്യത ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം ഏജ് ആയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ പിടി വിട്ട് നിൽക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാൻ പറ്റും. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് വാരൻ ബഫറ്റ്. വാരൻ ബഫറ്റിന് ഇങ്ങനെ TV ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഇന്റർവ്യൂവിൽ നടത്തുന്ന ആൾ ചോദിച്ചു, താങ്കൾ ഇത്രയും വലിയ ഒരു പണക്കാരനായി മാറി, ലോകത്തിലെ ഏറ്റവും വലിയ കാശുകാരനായിട്ട് താങ്കൾ മാറിയിട്ടുണ്ട്, എന്താ ഇങ്ങനെ ഈ കാശുണ്ടാക്കണതിൻ്റെ ഒരു ടെക്നിക്ക്, അതൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ വാരൻ ബഫറ്റ് പറഞ്ഞു, ഇത് ഈ കാശുണ്ടാക്കുക എന്ന് പറയുന്നത് അതിന് ഭയങ്കര ബുദ്ധിയും അങ്ങനത്തെ കാര്യമൊന്നും ആവശ്യമില്ല. നമ്മൾ നല്ല കമ്പനികൾ കണ്ടെത്തുക, അതിനകത്ത് കുറച്ച് പൈസ കൊണ്ട് നിക്ഷേപിക്കുക. ഇതാണ് ഞാൻ ചെയ്തത്, അതിനാണ് എനിക്ക് കാശുണ്ടായത്. ഇത്തരം വളരെ ലളിതമാണെന്നാണ് വാരൻ ബഫറ്റ് ഇന്റർവ്യൂ നടത്തിയ ആളിനോട് ചോദിച്ചു. അപ്പോൾ ഇന്റർവ്യൂ നടത്തിയ ആള് വാരൻ ബഫറ്റിനോട് തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് എന്തോരം ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ താങ്കളെ പോലെ ഒന്ന് നിഷേധിച്ചിട്ട് കാശുണ്ടാക്കാൻ എളുപ്പമാണെങ്കിൽ അവർക്ക് എന്താ കാശുണ്ടാകത്തെന്ന് ചോദിച്ചപ്പോൾ വാരൻ ബഫറ്റ് പറഞ്ഞൊരു മറുപടിയാണ്. അത് ഭയങ്കര പ്രസക്തമായ മറുപടി. ആ ഒരു മൈൻഡ് സെറ്റാണ് നമുക്കൊക്കെ, അതുകൊണ്ടാണ് നമുക്കൊന്നും കാശുണ്ടാകാത്തത്. വാരൻ ബഫറ്റ് പറഞ്ഞത്, ലോകത്തിലുള്ള അധികം ആൾക്കാർക്കും സാവകാശം സമ്പന്നനാകാനായിട്ടുള്ള ആഗ്രഹമില്ലാത്തവരാണ്. അത് പെട്ടെന്ന് കാശുണ്ടാക്കണം, അതിനുള്ള വെപ്രാളാണ്, ഓട്ടപ്പാച്ചിലാണ്. സാവകാശം കാശുണ്ടാക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ അയാൾക്ക് കാശുണ്ടാവും. അതാണ് വാരൻ ബഫറ്റ് പറഞ്ഞ മറുപടി. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 11 വയസ്സ് മുതൽ ഈ കമ്പനികളിൽ നിക്ഷേപിക്കാൻ തുടങ്ങിയ വാരൻ ബഫറ്റിന് 91 വയസ്സാകുമ്പോഴും ഈ നിക്ഷേപവും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ അന്ന് നിക്ഷേപിച്ച പല കമ്പനികളുടെ അടുത്തൊന്നും ഓഹരികളൊന്നും വിറ്റ് പുട്ടടിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒക്കെ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗമുണ്ട്. അത് ഈ നല്ല കമ്പനികൾ കണ്ടെത്തുക, അതിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ഇത് ആർക്കും സാധിക്കുന്ന കാര്യമാണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നം തന്നെ പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് അതിനകത്ത് എന്താണ് ഒരു സംശയത്തിന് എന്താ പറയണ ഒരു സ്ഥാനം അവിടെ ഇല്ല. അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടപടിയാവുള്ളൂ. ഒന്നാമതായിട്ട് ഇതിന് വേണ്ടത് ക്ഷമയാണ്. ഇത് വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ബോറടിക്കേണ്ടാവുമായിരിക്കും, ഇയാൾ എന്താണ് ഈ പറയണമെന്ന് ഓർത്തിട്ട് ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകണ്ടായിരിക്കും. മിനിമം ഈ വീഡിയോ ഒന്ന് കാണാനുള്ള ഒരു ക്ഷമയെങ്കിലും കാണിക്കണം. ഞാൻ വലിയ സമ്പന്നനൊന്നുമല്ല, പക്ഷെ സമ്പന്നനാകാൻ സ്വപ്നം കാണുന്ന ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസുകളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് വേണ്ട ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ഓഹരി വിപണിയിലേക്ക് പോകുന്നതിന് മുൻപ് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം ക്ഷമ. അതായത് ഒരു കാരണവശാലും വെപ്രാളവും പരവേശവും കാണിച്ചിട്ട് പെട്ടെന്ന് ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ അങ്ങനെ പറഞ്ഞു, ഫേസ്ബുക്കിൽ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലാരെങ്കിലും എല്ലാ ദിവസവും ഭയങ്കരമായിട്ട് ബെൻസിനും BMW ഒക്കെയാണ് നടക്കണം, അവൻ ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കിയാണെന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി വള്ളിക്കെട്ടിലേക്കൊന്നും പോകാതിരിക്കുക. ഫസ്റ്റ് നമ്മൾ വേണ്ടത് ക്ഷമ കാണിക്കുക. ക്ഷമ കാണിക്കുക എന്ന് പറയുമ്പോൾ മിനിമം കുറച്ച് നാളുകൾക്കതേ എൻ്റെ കയ്യിലുള്ള പൈസ എനിക്ക് വർദ്ധിച്ചു വരുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുക. അതായത് ഒരു ആഞ്ഞിലിക്കുരു കിളുത്ത് വന്നിട്ട് അത് കുറേ നാൾ കഴിഞ്ഞ് വലിയ കാതലൊക്കെ ഉള്ള ജമണ്ടന്മാരായി മാറുന്നത് ഒരു ദിവസം കൊണ്ടല്ലോ, സമയമെടുക്കും. അത് വളർന്ന് പതുക്കെ നമ്മൾ പോലും അറിയാതെയാണ് വളരണം. അതുപോലെ വളർന്ന വലിയൊരു പടവൃക്ഷമായിട്ട് നമ്മൾ സാമ്പത്തികമാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ കൊടുക്കണം. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമതായിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതാണ്. ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഈ ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ ടച്ച് ഫോണൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാകുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ. അതുപോലെ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, ATM കാർഡ് ഉണ്ടാവും, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഗൂഗിൾ പേ യൂസ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരില്ല, എല്ലാവർക്കും അറിയാം. അതായത് ഞാൻ പറയണത് നമ്മൾ ചെറിയ ജോലികൾ ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ ഇതിനെ പറ്റിയിട്ടുള്ള നല്ലൊരു അവയർനെസ് ഇപ്പോൾ ഉണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് നമ്മുടെ ഈ സാധ്യതയിൽ ഈ നൂറ്റാണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാധ്യത ഉപയോഗിച്ചിട്ട് നമുക്ക് കാശുണ്ടാക്കാനായിട്ടുള്ള വഴികളും കൂടി ഇതിൻ്റെ ഒപ്പം ചെയ്തു പോകുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് ഓഹരി വിപണിക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓൺലൈനിൽ നമുക്കിപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു 1000 കണക്കിന് ബ്രോക്കേഴ്സിന്റെ പേര് വരും. 1 by 1 ആയിട്ട്
അതിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഈ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെയാണ് ഡിമാറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യണത്. അപ്പൊ ഡിമാറ്റ് അക്കൗണ്ടിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഇല്ലെങ്കിൽ നമുക്ക് ഓഹരി വിപണിയിൽ നിന്ന് ഒരു മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഓഹരികൾ മേടിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. ഗൂഗിൾ പേ ഇല്ലാണ്ട് ഗൂഗിൾ പേന്ന് പൈസ അയക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള. അപ്പൊ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഭയങ്കര പേടിക്കേണ്ട കാര്യമോ, അല്ലെങ്കിൽ എന്റെ ലിങ്കിൽ നിന്ന് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്റെ കാശ് അതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ഓൺലൈനിൽ കണ്ട് പൈസ ഇങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ധൈര്യമായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ വേണമെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഡിമാറ്റ് അക്കൗണ്ടിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ കൊടുക്കാം. നിങ്ങൾ അതുവഴി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. പേടിക്കണ്ട. പേടിച്ചിട്ട് ഇത് തട്ടിപ്പാണെങ്കിൽ എന്നെ പോലീസ് പിടിക്കും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നത് ഇതിന്റെ ലിങ്ക് ഇടുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള അതോറിറ്റി, എനിക്ക് അതിനുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള അതിന്റെ ഒരു പേഴ്സണാണ് ഞാനിപ്പോ ഞാൻ ചെയ്യുന്നത് അക്യുമെൻ എന്ന് പറയുന്ന കമ്പനിയാണ്. എറണാകുളത്തുള്ള ഒരു 10-30-40 വർഷമായിട്ടുള്ള അടിപൊളി ഒരു കമ്പനിയാണ്. എന്ന് വെച്ചാൽ വേറെ തട്ടിപ്പും കാര്യങ്ങളും ആളുകളുടെ പൈസ കൊണ്ട് കളയാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനി അല്ലത്. അവർ കൃത്യമായിട്ടുള്ള ഗൈഡൻസുകൾ കൊടുക്കും. അതുവഴി നമുക്ക് റിസർച്ചും കാര്യങ്ങളും അവരുടെ ടീം തന്നെ ഉണ്ട്. അവർ വഴിയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ചേരാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ബ്രോക്കേഴ്സിന്റെ ലിസ്റ്റുകൾ അവിടെ വരും. നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പല ബ്രോക്കിംഗ് ഉണ്ട്. ഏഞ്ചൽ, ഗ്രോ, അപ്സ്റ്റോക്സ്, 5 പൈസ, സീറോ, അങ്ങനെ കണ്ടമാനമുണ്ട്. അതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഈ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനും ഒത്തിരി കാശും ആവില്ല. എനിക്ക് അങ്ങനെ ഒരു വർഷത്തേക്കാണ്ട് 400-500 അങ്ങനെ എന്തോ ഒരു ചെറിയ എമൗണ്ട് ഇതിന്റെ ഈ പ്ലാറ്റ്ഫോം അവർ നമുക്കൊരു സോഫ്റ്റ്വെയർ, ഒരു ആപ്ലിക്കേഷൻ തരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന്റെ ചാർജ് ആയിട്ട് അവർ മേടിക്കുന്ന വെറും ഒരു 10-400-500 രൂപ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഒരു വർഷത്തേക്ക് ചെലവ് വരുന്നുള്ളൂ. അത് ആദ്യമായിട്ട് കൊടുക്കുകയും വേണ്ട. നമ്മൾ അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് കാശൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് അവർ എപ്പോഴെങ്കിലും ഒരു സമയത്ത് പിടിച്ചെടുക്കുക ചെയ്യണം. ഇപ്പൊ അക്യുമെന്റോ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ 500 രൂപ മേടിക്കാന്നുള്ളതല്ല. കസ്റ്റമർ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആദ്യത്തെ പ്രോസസ്സ്. അപ്പോൾ അതിനുശേഷം ഇപ്പൊ നമുക്ക് നമ്മുടെ കടം പ്രശ്നങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, അങ്ങനത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതെല്ലാം ഒരു സൈഡിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിപ്പോ ഇനി നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ ഒരു സൈഡിൽ പോയിക്കൊണ്ടിരിക്കും. എന്തായാലും ഇത് പിടിവിട്ട് നമുക്ക് ഇനി ഒരു കളി നടപടിയായി എന്ന് വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് ശ്രമിച്ചു നോക്കിയാൽ 100% നമുക്ക് സക്സസ് ആകാൻ പറ്റും. പക്ഷെ സമയമെടുക്കും. ലോങ് ടേം ആണ് നമ്മൾ അതിനകത്ത് ഇതിന്റെ ഒരു പ്രൊഫഷണൽ ഒരു വേർഡായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പറയുന്നത്. നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകളിൽ, ബ്ലൂ ചിപ്പ് കമ്പനികളിൽ നിക്ഷേപിച്ചാൽ തീർച്ചയായിട്ടും 100% നമുക്ക് അത് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന മാജിക് വഴി ഇങ്ങനെ ഇരട്ടിയുടെ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ബീഹാറിൽ പണ്ട് 1 കോടി രൂപ, ഒരു 10,000 രൂപ നിക്ഷേപിച്ച ആളുകൾക്ക് കോടിക്കണക്കിന് രൂപ കിട്ടിയ പോലെ, HDFC ബാങ്കിൽ 10,000 രൂപ നിക്ഷേപിച്ചപ്പോൾ കോടി കിട്ടിയ പോലെ, റിലയൻസിൽ അങ്ങനെ 10,000 കമ്പനികളുണ്ട്. അതിനകത്ത് ഒരുവിധപ്പെട്ട എല്ലാ കമ്പനികളിലും ഈ തരക്കേടില്ലാതെ മാന്യതയോടുകൂടി വർക്ക് ചെയ്യുന്ന കമ്പനികളിലൊക്കെ കാശിട്ടവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ ഇതിനകത്തേക്ക് വരുമ്പോൾ ഈ പൈസ ഒട്ടും പോകാതിരിക്കാൻ ഇനിയിപ്പോ നമ്മൾ ഇടുന്ന കമ്പനി പൊട്ടിപ്പോവോ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇത് ഉള്ള പൈസ എന്ന് പറഞ്ഞാൽ പണിയെടുത്ത് വന്നിട്ടുള്ള ഒരു 100 രൂപയായിരിക്കും. ഈ 100 രൂപ നമ്മൾ കൊണ്ട് ഇടാൻ പോകുന്ന കമ്പനി എന്ന് പറയുന്നത് കോടാനുകൂടി ആസ്തിയുള്ള കമ്പനി ആയിരിക്കും. അപ്പൊ നമ്മളെ അവരെ തമ്മിൽ അതിൽ നമ്മുടെ ഈ 100 രൂപ കൊണ്ടിട്ടിട്ട് അവരെ സംശയിക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു ലോജിക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫെഡറൽ ബാങ്കിൽ അതിന്റെ ഒരു സ്റ്റോക്കിന് 150-200 രൂപ വിലയാണെങ്കിൽ നമ്മളൊരു കുറച്ച് പൈസ അതിനകത്ത് കൊണ്ട് ഇടാൻ തീരുമാനിക്കുകയാണ്. ഒരാഴ്ചയിൽ എനിക്ക് പണിയെടുത്ത് കിട്ടുന്നതിനകത്തുനിന്ന് ഒരു 100 രൂപ 150 രൂപ ഇത് മേടിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഞാനിട്ട് കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്ക് പൊട്ടിപ്പോകുമോ, പൊട്ടിപ്പോയാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമില്ല. കാരണം അവർക്ക് കോടാനുകോടി മാർക്കറ്റ് ക്യാപ്പുണ്ട്. അപ്പൊ നമ്മുടെ 100 രൂപക്ക് ഈ വലിയ കോടാനുകോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ അടുത്തേക്ക് ഇടാനായിട്ട് നമ്മൾ വലിയ അറപ്പ് കാണിച്ചിട്ട് ഇത്രയും നാൾ നമ്മൾ എന്ത് നേടി എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. നമ്മൾ ഇങ്ങനെ പേടിച്ചും മറച്ചും ഭയങ്കര സംഭവമൊക്കെ ആക്കി, അയ്യോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഓൺലൈനിൽ അത് എന്റെ പൈസ പോയിട്ട് അത് പൊളിഞ്ഞു പോകുന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും നേടിയേക്കണവരൊക്കെ, നേടാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പ്രധാനമായിട്ട് ചെയ്യണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഇതിനകത്ത് ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതിനൊപ്പം തന്നെ ഞാൻ എൻ്റെ വരുമാനങ്ങൾ കണ്ടെത്തുന്ന മാർഗം ചെറിയ ചെറിയ കച്ചവടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എനിക്ക് ഫ്രാഞ്ചൈസി ഉണ്ട്, ഞാൻ ഓതറൈസ്ഡ് പേഴ്സൺ ആണ്. അപ്പൊ അതിന്റെ ചെറിയ ഒരു മാർജിൻ എനിക്ക് കിട്ടും. മാർജിൻ മീൻസ് എനിക്ക് അതിന്റെ ഒരു വരുമാനം ചെറുതായിട്ട് കിട്ടും. ഇങ്ങനെ ചെറിയ വരുമാനങ്ങൾ പലതരത്തിൽ, അതായത് മൾട്ടിപ്പിൾ സൈഡിലുള്ള വരുമാനങ്ങൾ ഒപ്പിച്ചിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇതിനെല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നിക്ഷേപിക്കുന്ന കാര്യത്തിൽ
ചെറിയ പൈസ നിക്ഷേപിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് കൊടുക്കാനുള്ള ആളുകളുടെ കടം തീർക്കുന്ന കാര്യത്തിലേക്ക് കുറേശ്ശെ കടം തീർക്കുന്ന പരിപാടികൾ അതൊരു സൈഡിൽ പോകുന്നുണ്ട്. വലിയ കാശൊന്നും ഉണ്ടാക്കാന്നുള്ളതല്ല, 10, 15, 20 വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു എമൗണ്ട് കയ്യിൽ വരാൻ വേണ്ടി ഇപ്പോഴേ നമ്മൾ ശ്രമിച്ചു നോക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എന്നേക്കാൾ പ്രായം ചെറുപ്പമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് അത് ഇതിൽ കിട്ടിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും ഏജായി. അപ്പൊ എനിക്കിനി മുൻപോട്ടുള്ളത് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്നേക്കാൾ ഏജ് കുറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കിടപ്പുണ്ട്. എന്നേക്കാൾ കൂടിയ ഏജ് അവർക്കും ഇതിനകത്ത് ഇടാം. അങ്ങനെ നമ്മൾ പതുക്കെ ഇതിനകത്തേക്ക് ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ ഒരു ബെറ്റർ പരിപാടി ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഇതിനെ നമുക്ക് ഇനി എങ്ങനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, അത് കഴിഞ്ഞ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ കാശ് ഇതിനകത്തേക്ക് ഇടുന്നത് എങ്ങനെയാണ്, ഈ കാശ് ഇട്ട് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് എങ്ങനെയാണ് മേടിച്ചു വെക്കുന്നത്, അതെങ്ങനെയാണ് നമ്മൾ വിൽക്കുന്നത്, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വരുന്ന വീഡിയോകളിൽ. ഒരു പേപ്പർ ട്രേഡ് എന്നാണ് അത് പറയുന്നത്. അതായത് നമ്മളൊരു 100 രൂപ ഇടുന്ന ഒരു പ്രൊസീജിയർ ഡെമോ പോലെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ആ 100 രൂപ അവിടെ വന്നു കഴിയുമ്പോൾ അതിനകത്തുനിന്ന് കമ്പനിയുടെ അകത്തുനിന്ന് എങ്ങനെയാണ് മേടിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് മേടിച്ച് കഴിഞ്ഞിട്ട് 1-2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അതെങ്ങനെയാണ് വിൽക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതെല്ലാം നിങ്ങളെ ഞാൻ ഒരു വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ട് കാണിച്ചു തരാം. നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് സ്വന്തമായിട്ട് നമ്മൾ ഗൂഗിൾ പേ ചെയ്യണ പോലെ തന്നെ വീട്ടിൽ ഇരുന്ന് പതുക്കെ ചെയ്ത് പോകാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എൻ്റെ വൈഫ് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ്. ഇവിടെ അടുത്ത് വളരെ നല്ല ഭംഗിയായിട്ട് തയ്ച്ചു കൊടുക്കും. ആൾക്ക് അവരുടെ ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ തയ്ച്ചു കൊടുക്കുന്ന ആൾ. അപ്പോൾ അതിനകത്ത് നിന്ന് വൈഫിനെ കുറച്ചൊക്കെ മെറ്റീരിയൽ സ്വന്തമായിട്ട് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ബിസിനസ്സും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ ചെറിയ വരുമാനങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റോക്കുകളിൽ കുറേശ്ശെ പൈസ ഇടുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇട്ട പൈസയുടെ 2 ഇരട്ടി ലാഭം ഇപ്പോൾ വരെ നിലവിൽ പോർട്ട്ഫോളിയോയിൽ എൻ്റെ വൈഫിന് ബിൽഡപ്പ് ആയിട്ടുണ്ട് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതിനകത്ത് ജെന്യൂനിറ്റി ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി എൻ്റെ കൂടെ വേണമെന്നില്ല. ഇനിയിപ്പോൾ എന്നേക്കാൾ നല്ല രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിപ്പിക്കുകയും അതിനെപ്പറ്റി പറയുകയൊക്കെ ചെയ്യണ വേറെ യൂട്യൂബേഴ്സ് കണ്ടമാനം ആൾക്കാരുണ്ട്. അവരുടെ യൂട്യൂബ് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് അതുവഴി മനസ്സിലാക്കിയിട്ട് ചെയ്താലും മതി. എങ്ങനെയാണെങ്കിലും പിടിവിട്ട് നിൽക്കുന്നവർക്ക് ഒരു എത്താൻ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് അറിയോ, ഇപ്പം നമ്മൾ എൻ്റെ വൈഫിന് ഗവൺമെൻറ് ജോലിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു 10ഓളം കമ്പനികളുടെ മുതലാളിമാരിലൊരു മുതലാളിച്ചും കൂടിയാണ്. ഞാൻ പറയണ മനസ്സിലാവുന്നത്. അതായത് വീട്ടിൽ ഗ്യാസ് കത്തിക്കുന്ന ഇന്ത്യൻ കമ്പനിയുടെ ഗ്യാസ് കത്തിക്കുമ്പോൾ ആ കമ്പനിയുടെ ഒരു ഓണർ കൂടിയാണ് എൻ്റെ വൈഫ്. അതുപോലെ നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും കോൾഗേറ്റ് ആണെങ്കിൽ അത് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു മുതലാളി കൂടിയാണ് എൻ്റെ വൈഫ്. അങ്ങനെ 10 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എൻ്റെ വൈഫ് 10ലും വൺ ഓഫ് ദ ഓണറാണെന്നുള്ളതാണ്. ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ഇപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് അത് വൈഫ് എടുത്തിട്ടുള്ളൊരു ഇതാണ് സ്റ്റോക്കാണ്. ഇപ്പോൾ കല്യാൺ ജ്വല്ലറിയുടെ വൺ ഓഫ് ദ ഓണറാണ്. വഴി കൂടി പോകുമ്പോൾ ആ കല്യാൺ ജ്വല്ലറിയിൽ നമ്മളും കൂടി പങ്കാളിയാണ്. അതിൽ നമുക്കൊരു ഓഹരി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ വലിയ ഹൈ സെറ്റപ്പിൽ അതും ഇതൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നമ്മളും കുറച്ച് കമ്പനികളുടെ ഓണർമാരാണ്. അങ്ങനെയും ഉണ്ടൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരുന്ന വീഡിയോസുകൾ ഇതിൻ്റെ എല്ലാം ഡെമോ കറക്റ്റായിട്ട് കാണുന്ന, പേപ്പർ ട്രേഡ് കൃത്യമായിട്ട് കാണുന്ന. ഞാനിപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അടുത്ത വീഡിയോ മുതൽ പേപ്പർ ട്രേഡിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് ഏറ്റവും താഴെ ചെറിയ വരുമാനം കിട്ടുന്ന ഒരാൾ ഇടുന്ന പൈസ ഒരു 100-200 രൂപ ഒക്കെ വെച്ചിട്ട് സ്റ്റോക്കുകൾ മേടിച്ചിട്ട് അതിന് ഓരോ ദിവസം വരുന്ന ഗ്രോത്ത് മാർക്കറ്റിൽ എന്തോരാണെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു പോകാം. പേപ്പർ ട്രേഡ് ആണ് കേട്ടോ, അല്ലാതെ ഇത് റിയൽ അല്ല. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര കയറി ഇത്ര ഇറങ്ങി. എന്നിട്ട് നിങ്ങൾ കുറച്ചുകൂടി ഇതായിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാവുന്നത് നന്നായിരിക്കും. ഏതായാലും അക്യുമെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ഒന്ന് കൊടുക്കുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.